ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളിപ്പോൾ ചാണകം വരാൻ പോവാം. നമ്മൾ അന്ന് മുറ്റം തളിച്ചത് ചെറുതായിട്ടൊക്കെ പൊടിഞ്ഞു തുടങ്ങി. അപ്പം നമ്മൾ കുറച്ച് ചാണകം കൂടി ഇട്ടൊന്നുകൂടെ മെഴുകണം. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മെഴുകിയാൽ അതൊരു വൃത്തിയായിട്ട് കിടക്കും. അപ്പം അതിന് ഞങ്ങൾ ചാണകം വരാൻ പോവാണ്. ഞാനും എൻ്റെ കൊച്ചുമോനും കൂടാണ് പോകുന്നത്. കുട്ടു എവിടെ? കുട്ടു പോയി. കുട്ടിനെ വിളിക്കണ്ട. കുട്ടു പോട്ടെ. അവിടെ ഒരു പട്ടിയുണ്ട്. അവൾ കണ്ടാലേ അവൾ നമ്മുടെ പുറകിന് വരും. പിന്നെ അതിനെ കടിക്കാൻ നിൽക്കും. അപ്പം ഞങ്ങൾ ഇപ്പുറത്തൂടാണ്. അപ്പോൾ എൻ്റെ കൊച്ചുമോനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇപ്പുറത്തൂടാണ് ചാണകം വരുമ്പോൾ ഞങ്ങളുടെ കുട്ടു നേരെ മേപ്പോട്ട് പോയിട്ടുണ്ട്. ഞങ്ങളെന്നും ആ വഴിക്കല്ലേ പോകുന്നേ, വണ്ടി വെക്കുന്നിടത്തോട്ട്. അതിനവളങ്ങനെ ചാടിയതാണ് കേട്ടോ. ഞങ്ങളെക്കാട്ടി മുന്നേ പോയിട്ടുണ്ട്. ഇവനെ വിളിച്ചപ്പോൾ തിരിഞ്ഞ് നോക്കി. പിന്നെ ഞാൻ പറഞ്ഞ് ഇങ്ങോട്ടുള്ള വഴി കണ്ടാൽ പിന്നെ അവൾ പുറകിന് ഓടി വരും. പിന്നെ അവൾ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു കുഞ്ഞുപട്ടിയുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇവളുമാർ നമ്മൾ കടിയാവും. അത് കടിക്കത്തില്ല, ഇവള് കടിക്കും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞ് വിളിക്കണ്ടെന്ന്. അങ്ങനെ അവൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇതൊക്കെ പശു ചവിട്ടിയിടിച്ചാക്കളെ. പശു ചവിട്ടിയിടിച്ച് കൊച്ചൻ പറഞ്ഞ പന്നിയുടെ കാൽപ്പാടാന്ന് പറഞ്ഞിരിക്കും കേട്ടോ. വെയിലായപ്പോഴത്തേക്ക് രാവിലെ തൊട്ടേ പോണം വെയിലിന് മുന്നേ പോയി വാരിക്കൊണ്ട് വന്ന് തളിക്കണം എന്ന് വെച്ചാൽ വീട്ടിലെ പണി ഒതുങ്ങിയിട്ട് ഒരു തരത്തിൽ നടക്കത്തില്ല. ആദ്യമേ അങ്ങ് വാരിക്കൊണ്ട് വന്നിട്ടങ്ങ് അന്നേരം നമ്മൾ തളിച്ച് കഴിയുമ്പോൾ ഒരു മടിയാവും കേട്ടോ. ഞങ്ങളുടെ കുഞ്ഞിനും ഒരു കുഞ്ഞു തൊട്ടിയുണ്ട്. അതിനകത്താണ് ഞങ്ങളുടെ കുഞ്ഞ് ചാണകം വാരിക്കൊണ്ട് വരുന്നു. ഞാനും ഒരു ബക്കറ്റ് ചാണകം എടുത്തു തലയിൽ വെച്ചുകൊണ്ട് വരുന്നേ. പോന്നില്ലേ? ക്ഷീണിച്ചോ? ഒരു കുഞ്ഞ് ക്ഷീണിച്ചു. മുഖത്തോട്ടാണ് വെയിലടിക്കുന്നത്. മുഖത്ത് വെയിലടിക്കുന്നുണ്ടെന്ന് അങ്ങനെ വെക്കുന്നേ. നമുക്ക് വീട്ടിൽ ചെന്നിട്ട് വീഡിയോ കാണാം കേട്ടോ. അടുത്ത വർഷം എൻ്റെ കുഞ്ഞിനെ കൊണ്ട് വേണം തളിക്കാൻ. ചക്കിയും കൊണ്ട് മോനും ഉണ്ട്. നമ്മൾ 3 പേരും കൂടെ പോയി ചാണകമൊക്കെ എടുത്തുകൊണ്ട് വന്ന് 3 പേരോട് വേണം തളിക്കാൻ. അപ്പം നമ്മുടെ ചക്കിനോട് അമ്മയാണ് വീഡിയോ ഒക്കെ പിടിച്ചു തരുന്നത് കേട്ടോ. കുഞ്ഞ് ഇതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കും. ഇതൊക്കെ എന്തോ സംഭവം, ഇതിലൊന്ന് ഇറങ്ങണമെന്ന് നമുക്കൊരു ഇഷ്ടമുണ്ട്. എൻ്റെ വെള്ളം ഉണ്ടാവില്ല, ഇന്നത്തെ വെള്ളമില്ല. തളിക്കടേ നോക്കി പോണ തോക്ക് ക്കാൻ പറ്റിയില്ല. അതൊക്കെ നല്ലതാണ്. ചുഞ്ഞുവാല് ഇല്ല. നീ അല്ലേ അതിനെ വഴക്കുണ്ടാക്കുന്നേ? നീ ഓടുന്നോണ്ടാടാ.
അമ്മമ്മ എന്തോണ്ട് വിശേഷം? സുഖല്ലേ? എന്താ വെക്കുവാ? ഞാൻ വെക്കുന്നു. ഇനിയിപ്പോ മീൻകറി വെക്കണം. അങ്ങനെ ഓരോരോ പണികളാണ്. നോക്കിട്ടോ. പിന്നെന്തുണ്ട് വിശേഷം? സുഖല്ലേ? കുഞ്ഞമ്മ നോക്കിയേ, ഇത് ഫോട്ടോയാ. അയ്യോ നീ നിന്റെ വീഡിയോ എടുക്ക. അങ്ങനെ നമ്മൾ അത്താഴത്തിനായിട്ട് അവിയൽ വെച്ചു. അവിയലെന്ന് പറഞ്ഞാൽ ഒഴിച്ചറിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളത് ഇച്ചിരി കുറച്ച് ചാറായിട്ടാണ് കറി വെച്ചത്. പിന്നെ നമ്മൾ ക്യാരറ്റും ബീട്രൂട്ടും അരിഞ്ഞ് തോരൻ വെച്ചത് എനിക്ക് വിളമ്പി കേട്ടോ. പിന്നെ ബീട്രൂട്ട് മെഴുക്ക് വരട്ടി കുറച്ച് ഉള്ളായിരുന്നു. അപ്പോൾ അത് കുറച്ച് എല്ലാവരും വെച്ചെന്ന് എടുത്ത് കളയത്തേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇച്ചിരി എടുത്തുള്ളൂ. പിന്നെ നല്ല അയില മീൻ കറി. അപ്പം നമുക്ക് ഒരു കഷ്ണം എടുക്കട്ടെ. ചോറ് കഴിക്കാം. ചാറൊത്തിരി വേണ്ട. ചോറ് അയ്യ ഓ ഉടുപ്പ് തയ്ച്ചത് ഇട്ട് നോക്കുക കൂട്ടുകാരെ. ഒരെണ്ണം ദേ ചെറുതാക്കി. അതിൻ്റെ നീളമൊക്കെ കുറയ്ക്കണമായിരുന്നു. പിന്നെ ഇതിന് പിന്നെ ചെറുതായിട്ടൊന്ന് വണ്ണം കുറച്ചാൽ മതിയായിരുന്നു. നീളമൊന്നും കുറയ്ക്കണ്ടായിരുന്നു. അവിടെ കുറയ്ക്കണ്ട. കരിപ്പ നമ്മുടെ ഏട്ടൻ കഴിക്കുവാണ്. നേരത്തെ കഴിക്കും ഞങ്ങൾ. അപ്പോൾ എൻ്റെ ഏട്ടൻ രാവിലെ എണ്ണീറ്റപ്പം അമ്പിളിമാമനെ കണ്ടതാണ് ചെറുതായിട്ട് കേട്ടോ. ചെറിയൊരു ചന്ദ്രക്കല പോലാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഫോണിലെടുക്കുമ്പോൾ കറക്റ്റായിട്ട് ചിലപ്പോൾ അത് കിട്ടിയെന്ന് വരില്ലല്ലോ. എന്തായാലും എൻ്റെ ഏട്ടൻ ഇത്രയും പോയി പിടിച്ചുകൊണ്ട് വന്ന് രാവിലെ വീഡിയോ എടുത്തു. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബൈ കൂട്ടുകാരേ.